ഷബീർ ഒമർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, കോഴിക്കോട് ആരാണ് പതാക ഉയർത്തുന്ന ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? ജൽസി, മന്ത്രി PA മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തലിനും ഒപ്പം തന്നെ സല്യൂട്ട് സ്വീകരിക്കലിനും നേതൃത്വം നൽകുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 8:40 ഔദ്യോഗികമായി പരിപാടികൾ തുടങ്ങുക. അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും പോലീസിലെ ഒപ്പം തന്നെ സൈന്യത്തിന്റെ വിവിധ സേനാ വിഭാഗങ്ങൾ, NCC കേഡറ്റുകൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉൾപ്പെടെ 25ഓളം പ്ലാറ്റൂണുകളാണ് ഈ പരേഡിൽ ഇവിടെ കോഴിക്കോട് അണിനിരക്കുക. ഇതിനുശേഷം 8:40 ഈ പരേഡുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കുക. അതിനുശേഷം 8:45 മറ്റ് അതിഥികളെത്തും, VIP ഉൾപ്പെടെയുള്ളവരെത്തും. 9 മണിയോട് കൂടിയാണ് പതാക ഉയർത്തലും അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ കൂടി നടക്കുക. ദേശീയ ഗാനം ആലപിക്കും, ഒപ്പം തന്നെ ബാൻഡ് വാദ്യം ഉണ്ടാകും. ആ നിലയ്ക്കുള്ള പരിപാടികൾ നടക്കും. അതിനുശേഷം അതായത് 9:40 വരെ ഈ പരിപാടികൾ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പരിപാടികൾ നടക്കും. അതിനുശേഷം പിന്നീട് മറ്റ് സാംസ്കാരിക പരിപാടികളാണ്. ഈ പറഞ്ഞതുപോലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നടക്കും. എന്തായാലും വിപുലമായ ആഘോഷത്തിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് കോഴിക്കോടും ഒരുക്കിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൊതുജനങ്ങൾ വലിയ തരത്തിൽ എത്തിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധന എല്ലാം കഴിഞ്ഞ് ഈ പരിപാടി വീക്ഷിക്കുന്നതിനായി, നേരിട്ട് വീക്ഷിക്കുന്നതിനായി നിരവധി ആളുകളാണ് കോഴിക്കോട് വിക്രം മൈതാനിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും 8:40 ഇവിടെ പരിപാടികൾ ആരംഭിക്കുക. മന്ത്രി മുഹമ്മദ് റിയാസാണ് പതാക ഉയർത്തുക. അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള MLA-മാർ, MP-മാർ ഉൾപ്പെടെയുള്ളവരും എത്തും. ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ, ഒപ്പം തന്നെ റൂറൽ പോലീസ് മേധാവി അടക്കമുള്ളവർ, റൂറൽ SP അടക്കമുള്ളവർ അല്പസമയത്തിനകം എത്തും. ജില്ലാ കളക്ടർ കൂടി അല്പസമയത്തിനകം എത്തും. അതോടൊപ്പം തന്നെയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് വിശിഷ്ടാതിഥികൾ, മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ എത്തുക. എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങൾ, ഈ പരേഡുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. ചില വിദ്യാർത്ഥികളെല്ലാം തന്നെ ആ പരേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പരിശീലിക്കുകയാണ്. കൃത്യമായ ക്രമീകരണമുണ്ട്. ഓരോ വിഭാഗവും എവിടെ അണിനിരക്കണമെന്നതടക്കമുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ പരേഡ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ജിൽസി, എന്തായാലും കോഴിക്കോടും ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പോലീസിന്റെ പരേഡിന് പുറമെ NCC കേഡറ്റ്സിന്റെയും ഒപ്പം സ്പെഷ്യൽ പോലീസ് കേഡറ്റിനും ഒക്കെ പരേഡുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാണുന്നത് കൊച്ചി നേവൽ ബേസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നേരത്തെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. SS ശരണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാം. ശരൺ, അവിടെ റിപ്പബ്ലിക് ദിന പരേഡ് നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. എപ്പോഴാണ് ഇപ്പോൾ ഈ പരേഡ് പുരോഗമിക്കുക? അനുബന്ധ പരിപാടികൾ എന്തൊക്കെ? ജിൽസി, 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം അത് രാജ്യം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളുണ്ട്, ആഘോഷ പരിപാടികളുണ്ട്. ഇതിനിടയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ്. നേരത്തെ 8 മണിയോടുകൂടി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. അതായത് രാവിലെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികൾക്ക് ആദരവ് അർപ്പിച്ചിരുന്നു. അതിനുശേഷം പതാക ഉയർത്തിയ ശേഷമാണ് അദ്ദേഹം ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് പരേഡ്, അതായത് സല്യൂട്ട് സ്വീകരിച്ച ശേഷം ഇപ്പോൾ വാഹനത്തിൽ പരേഡ് വീക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പരേഡ് മൊത്തത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 880 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ, നാവികസേന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. 30 പ്ലാറ്റൂൺസ് ആയിട്ടാണ് ഈ പരേഡ് പുരോഗമിക്കുന്നത്. അതായത് 24 ഉദ്യോഗസ്ഥർ വീതമുള്ള 30 പ്ലാറ്റൂൺസ് ആയിട്ടാണ്. NCC, C കേഡറ്റ്സ് എന്നിവയുടെ സാന്നിധ്യവും ഈ പരേഡിലുണ്ട്. എന്തായാലും 8 മണിക്ക് ആരംഭിച്ച പരേഡ് അത് 8:30 വരെയാണ് നീണ്ടു നിൽക്കുക. ഈ ചേതക് ഹെലികോപ്റ്റർ, നമുക്കറിയാം യുദ്ധമടക്കം എന്ത് സാഹചര്യത്തിലും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്ന ചേതക് ഹെലികോപ്റ്ററിന്റെ ഫ്ലൈ പാസ്റ്റോട് കൂടിയാണ് ഈ പരേഡ് അവസാനിക്കുക.